കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം ജയിൽ അധികൃതരോട് വിശദീകരിച്ച് വെഞ്ഞാറമൂട് കൊലപാതക കേസിലെ പ്രതി അഫാൻ. കടബാധ്യത ഉണ്ടായതിനെ തുടർന്ന് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും നിരന്തരമായ അധിക്ഷേപമാണ് ഉണ്ടായത്. കടം കയറിയതോടെ ഇനി ജീവിക്കേണ്ടെന്ന് കുടുംബം തീരുമാനിച്ചു. അമ്മ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊല്ലാൻ തീരുമാനിച്ചതെന്നും താനും ആത്മഹത്യ ചെയ്യുമെന്നും അഫാൻ ജയിൽ അധികൃതരോട് പറഞ്ഞു. ജയിലിൽ പ്രത്യേക നിരീക്ഷണത്തിലാണ് അഫാൻ ഇപ്പോൾ. തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ചോദ്യം ചെയ്യാനും തെളിവെടുപ്പ് നടത്താനുമാണ് പോലീസിന്റെ നീക്കം. ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, അഫാൻ ജയിലിലാണ്. ജയിൽ അധികൃതരോട് ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. എന്താണ് അഫാന്റെ നീക്കം? ഇത് സംബന്ധിച്ച് അഫാൻ വ്യക്തമാക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വലിയ സാമ്പത്തിക ബാധ്യത കുടുംബത്തിന് ഉണ്ടായിരുന്നു. ഇതിൽ സഹായം തേടി ബന്ധുക്കളെ പലരെയും സമീപിച്ചെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് വേണ്ട തരത്തിലുള്ള ഒരു സഹകരണം കുടുംബത്തോട് കാണിച്ചില്ല. മാത്രവുമല്ല, ഷെമിക്ക് നേരെ, അതായത് അഫാന്റെ മാതാവ് ഷെമിയോട് വലിയ തരത്തിൽ മോശമായി പെരുമാറുന്ന സാഹചര്യമാണ് ബന്ധുക്കളുടെ കേസിനോടക്കമുള്ള വൈരാഗ്യം വർദ്ധിപ്പിച്ചത് എന്നാണ് അഫാൻ ജയിൽ ഉദ്യോഗസ്ഥരോടും പോലീസ് ഉദ്യോഗസ്ഥരോടും വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് താനും പുറത്തിറങ്ങിയാൽ ആത്മഹത്യ ചെയ്യുമെന്ന് കൂടി അന്വേഷണ സംഘത്തോട് അഫാൻ പറഞ്ഞു വെക്കുകയാണ്. അതായത് ഒരു തരത്തിലും ജീവിക്കാൻ ഇനി നിവൃത്തിയില്ല എന്നൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു കടുംകൈക്ക് തയ്യാറായത്. ഒരു തരത്തിലുള്ള മനസ്താപമോ കുറ്റബോധമോ പശ്ചാത്താപമോ ഒന്നും അഫാന്റെ ഭാഗത്തും ഇല്ല എന്നാണ് അഫാനുമായി സംസാരിച്ച പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, താനും എപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാലും താനും ആത്മഹത്യ ചെയ്യാൻ ഇരിക്കുകയാണ് എന്ന് കൂടി ഉദ്യോഗസ്ഥരോട് അഫാൻ പറയുന്നുണ്ട്. അതായത് ഈ സാമ്പത്തിക ബാധ്യത ഏതാണ്ട് 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉള്ള ബാധ്യതയുടെ തെളിവുകൾ വെഞ്ഞാറമൂട് പോലീസ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ആ ബാധ്യത തന്നെയാണ് ഈ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് അഫാനെ നയിച്ചത് എന്നാണ് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് എന്നാണ് വെഞ്ഞാറമൂട് CI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നതും. അതായത് വരുന്ന ദിവസം നെടുമങ്ങാട് കോടതിയിൽ അഫാനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസിൽ കസ്റ്റഡി അപേക്ഷ നൽകും. അതിനുശേഷം തിങ്കളാഴ്ച മുതൽ ഈ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സംഭവ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതടക്കമുള്ള തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള തുടർ നീക്കങ്ങളും അടുത്തയാഴ്ച പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന്. അതാണ് സാഹചര്യം. എന്തായാലും ഈ വെഞ്ഞാറമൂട് കേസിൽ അഫാന്റെ പോലീസ് ജയിലധികൃതരുടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. തിങ്കളാഴ്ചയായിരിക്കും ചോദ്യം ചെയ്യലടക്കമുള്ള തുടർ നീക്കങ്ങൾ.